നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. രാജ്യത്തെ നടുക്കുന്ന ദുരന്തമായിരുന്നു അഹമ്മദാബാദിൽ സംഭവിച്ചത്. 270 പേർ മരിച്ചു. വിമാനത്തിലുണ്ടായിരുന്ന 241 പേരും കൊല്ലപ്പെട്ടു. ബാക്കിയുള്ളവർ വിമാനം തകർന്നു വീണ സർക്കാർ മെഡിക്കൽ കോളേജിലുള്ളവരായിരുന്നു. MBBS ഹോസ്റ്റലിന് മുകളിലാണ് വിമാനം പതിച്ചത്. ഹോസ്റ്റലിൽ ഉച്ചഭക്ഷണത്തിന് ഇരുന്നവർക്ക് മുകളിലാണ് വിമാനം വീണത്. എന്നാൽ ഫ്ലൈറ്റ് ക്യാപ്റ്റന്റെ ഇടപെടലാണ് ഇതിലും വലിയ ദുരന്തം ഒഴിവാക്കിയത്. അഹമ്മദാബാദ് വിമാനത്താവളത്തിൽ നിന്നും പറന്നുയർന്നപ്പോൾ തന്നെ മുൻപിലുള്ള ദുരന്തം ക്യാപ്റ്റൻ തിരിച്ചറിഞ്ഞു. എയർ ട്രാഫിക് കൺട്രോളറിലേക്ക് മെയ്ഡേ കോളും നൽകി. തൊട്ടുമുന്നിൽ വലിയ ജനവാസ കേന്ദ്രമായിരുന്നു. പക്ഷേ അവിടെ വിമാനം ഇറങ്ങാതിരിക്കാനുള്ള ജാഗ്രത ക്യാപ്റ്റൻ കാട്ടി. അങ്ങനെയാണ് തൊട്ടുമുന്നിൽ കണ്ട പച്ച നിറമുള്ള ദിശയിലേക്ക് വിമാനം പോയതും അവിടെ ഇടിച്ചിറക്കിയതും. അത് മാത്രമായിരുന്നു ആ ക്യാപ്റ്റൻ ആകെ ചെയ്യാൻ കഴിയുമായിരുന്നത്. അങ്ങനെ ജനവാസ കേന്ദ്രത്തിൽ ഇടിച്ചിറങ്ങി ഉണ്ടാകുമായിരുന്ന വലിയ ദുരന്തത്തിന്റെ ഒരു ആഴമാണ് ക്യാപ്റ്റൻ ഒഴിവാക്കിയത്. അങ്ങനെ ആ മേഖലയിലുള്ളവരുടെ ഹീറോയായി മാറുകയാണ് ആ ഫ്ലൈറ്റ് ക്യാപ്റ്റൻ. അഹമ്മദാബാദ് രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്നും ലണ്ടനിലേക്ക് പറന്നുയർന്ന നിമിഷങ്ങൾക്കകം തീഗോളമായി മാറിയ എയർ ഇന്ത്യ 171 വിമാനത്തിന്റെ അമരക്കാരനായിരുന്നു സുമിത് സബർവാൾ. തകർന്നു വീണ എയർ ഇന്ത്യ ഫ്ലൈറ്റ് 171 വിമാനത്തിന്റെ ക്യാപ്റ്റൻ. കൂട്ടിയിടിക്കുന്നതിന് തൊട്ടു മുൻപ് നിരവധി അപ്പാർട്ട്മെന്റ് കെട്ടിടങ്ങളിൽ വീഴാതെ വിമാനത്തെ ഗതി മാറ്റി കൊണ്ടുപോവുകയായിരുന്നു. കോക്പിറ്റിൽ 8200 മണിക്കൂറിലധികം സമയം ചിലവഴിച്ച പരിചയ സമ്പന്നനായിരുന്നു പൈലറ്റായ ക്യാപ്റ്റൻ സുമിത് സബർവാൾ. വിശാലമായ പ്രദേശമായിരുന്നു മെഡിക്കൽ കോളേജിലേത്. ഇത് തിരിച്ചറിഞ്ഞാണ് ജനവാസ കേന്ദ്രത്തിൽ നിന്നും അങ്ങോട്ടേക്ക് വിമാനത്തെ സുമിത് സബർവാൾ കൊണ്ടുപോയത്. അല്ലാത്ത പക്ഷം ദുരന്തവ്യാപ്തി ഇതിലും വലുതാകുമായിരുന്നു. അപകടത്തിന് ശേഷം സുമിത് സബർവാളിന്റെ വ്യക്തിജീവിതവുമായി ബന്ധപ്പെട്ട പല വിവരങ്ങളും ചർച്ചാ വിഷയമാണ്. പ്രത്യേകിച്ച് പിതാവുമായുള്ള അടുപ്പം. വയോധികനായ പിതാവിനൊപ്പം സമയം ചിലവഴിക്കാനായി ജോലി ഉപേക്ഷിക്കാൻ സുമിത്തിന് പദ്ധതി ഉണ്ടായിരുന്നുവെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. അച്ഛനെ പരിചരിക്കുന്നതിനായി വിവാഹം പോലും ഉപേക്ഷിച്ചയാളാണ് സുമിത്. അഹമ്മദാബാദ് വിമാനത്താവളത്തിൽ നിന്ന് വിമാനം പുറപ്പെടുന്നതിന് തൊട്ടു മുൻപായി ക്യാപ്റ്റൻ അവസാനമായി വീട്ടിലേക്ക് വിളിച്ചു. ലണ്ടനിൽ ലാൻഡിംഗ് ചെയ്ത ശേഷം വിളിക്കാമെന്നാണ് പിതാവിനോട് പറഞ്ഞതെന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അദ്ദേഹം സൗമ്യ സ്വഭാവമുള്ള വളരെ മാന്യനായ വ്യക്തിയായിരുന്നു. എയർബസ് A310, ബോയിങ് 777 ഡ്രീം ലൈനർ വിമാനങ്ങൾ അദ്ദേഹം പറത്തിയിട്ടുണ്ട്. എല്ലായ്പ്പോഴും വിനീതമായി പെരുമാറുന്ന അദ്ദേഹം തന്റെ ജോലി നന്നായി ചെയ്തിരുന്നുവെന്നും സുമിത് സബർവാളിന്റെ സഹപ്രവർത്തകനായ പൈലറ്റിന്റെ വാക്കുകൾ. മുംബൈയിലെ ജൽവായു വിഹാറിൽ 82-കാരനായ പിതാവും ഒരുമിച്ചാണ് ക്യാപ്റ്റൻ സുമിത് സബർവാളിന്റെ താമസം. മുൻ DGCA ഉദ്യോഗസ്ഥനാണ് സുമിത് സബർവാളിന്റെ പിതാവ്. 2 വർഷം മുമ്പ് സബർവാളിന്റെ അമ്മ മരിച്ചു. സമയം കിട്ടുമ്പോഴെല്ലാം ജൽവായു വിഹാറിലെ ഫ്ളാറ്റിലുള്ള പിതാവിനെ കാണാൻ അദ്ദേഹം എത്തുമായിരുന്നു. ലണ്ടനിലേക്കുള്ള വിമാനത്തിന്റെ ഭാഗമായി മുംബൈ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന 9 ക്രൂ അംഗങ്ങളിൽ ഒരാളായിരുന്നു ക്യാപ്റ്റൻ സുമിത് സബർവാൾ. എയർ ഇന്ത്യയുടെ സീനിയർ പൈലറ്റായ സുമിത് സബർവാളിനെ വിമാനം പറത്തുന്നതിൽ 30 വർഷത്തെ പ്രവൃത്തി പരിചയമുണ്ടായിരുന്നു. പൈലറ്റുമാർക്ക് പരിശീലനം നൽകുന്ന ലൈൻ ട്രെയിനിങ് ക്യാപ്റ്റനാണ് സുമിത് സബർവാൾ. എയർ ഇന്ത്യ വിമാന അപകടം നടന്ന് 2 ദിവസം കഴിഞ്ഞിട്ടും മരണസംഖ്യയിൽ ഇപ്പോഴും വ്യക്തതയില്ല. കാരണം ശരീരങ്ങളെല്ലാം തന്നെ കത്തിക്കരിഞ്ഞ നിലയിലാണ്. ഇപ്പോഴും ബന്ധുക്കൾക്ക് അവരുടെ മൃതദേഹാവശിഷ്ടങ്ങൾ വിട്ടുകൊടുക്കുന്ന നടപടികൾ എങ്ങുമായില്ല. വിമാനം ഇടിച്ചിറങ്ങിയ ഹോസ്റ്റൽ മെസ്സിലുണ്ടായിരുന്നവർ, കെട്ടിടത്തിന് പുറത്തുണ്ടായിരുന്നവർ തുടങ്ങി പലരെയും കാണാതായിട്ടുണ്ട്. പരാതികളും എത്തിയിട്ടുണ്ട്. വിമാന അവശിഷ്ടങ്ങളിൽ നിന്ന് ഇന്നലെ ഒരാളുടെ മൃതദേഹത്തിന്റെ ഭാഗങ്ങൾ ലഭിച്ചു. എയർ ഹോസ്റ്റസിന്റേതാണെന്നാണ് വിവരം. DNA പ്രൊഫൈലിംഗ് പരിശോധനയിലൂടെ 11 പേരെ മാത്രമാണ് തിരിച്ചറിഞ്ഞിരിക്കുന്നത്. ഇനിയുമുണ്ട് ധാരാളം ആളുകൾ. വ്യാഴാഴ്ച ഉച്ചയ്ക്കുണ്ടായ അപകടത്തിൽ വിമാനത്തിൽ 241 പേർ മരിച്ചുവെന്ന് സ്ഥിരീകരിച്ചിരുന്നു. മെഡിക്കൽ കോളേജിലെ 4 വിദ്യാർത്ഥികളും ഒരു ഡോക്ടറുടെ ഭാര്യയും ഉൾപ്പെടെ 5 പേരുടെ മരണവും സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതിനിടെ വിമാന അപകടവുമായി ബന്ധപ്പെട്ട് പ്രചരിക്കുന്ന എല്ലാ കാര്യങ്ങളും അന്വേഷിക്കുമെന്നും കേന്ദ്ര വ്യോമയാന മന്ത്രി K. റാം മോഹൻ നായിഡു പറഞ്ഞു. വിമാനാപകടത്തിന്റെ കാരണം സമാന്തരമായി അന്വേഷിക്കുന്നതിനായി കേന്ദ്രം നിയമിച്ച 12-അംഗ ഉന്നതതല സമിതി ആദ്യ യോഗവും ചേർന്നു. 3 മാസത്തിനകം റിപ്പോർട്ട് നൽകണമെന്നാണ് നിർദ്ദേശം. വിമാനാപകടത്തിൽ മരിച്ചവരുടെയും രക്ഷപ്പെട്ട വിശ്വാസ് കുമാറിന്റെയും കുടുംബാംഗങ്ങൾക്കും 25 ലക്ഷം രൂപ ഇടക്കാല സഹായം നൽകുമെന്നും എയർ ഇന്ത്യ അറിയിച്ചു. മാതൃകമ്പനിയായ ടാറ്റ സൺസ് നേരത്തെ പ്രഖ്യാപിച്ച 1 കോടി രൂപയ്ക്ക് പുറമെയാണിത്. ഇതുകൂടാതെ മരണമടഞ്ഞ അമ്മയുടെ ചിതാഭസ്മം നിമജ്ജനം ചെയ്യാൻ നാട്ടിലേക്ക് പോയ അച്ഛൻ അഹമ്മദാബാദ് വിമാനാപകടത്തിൽപ്പെട്ടതോടെ അനാഥരായത് 2 പെൺകുട്ടികളാണ്. സന്മനസ്സുള്ളവർ അവർക്കായി നടത്തിയ ധനസമാഹരണ യജ്ഞത്തിൽ ഇതുവരെ പിരിക്കാനായി 6 ലക്ഷം പൗണ്ടാണെന്ന് മെയിൽ ഓൺലൈൻ റിപ്പോർട്ട് ചെയ്യുന്നു.
അപകടത്തിന് 18 ദിവസങ്ങൾക്ക് മുമ്പ് ക്യാൻസർ മൂലം മരണമടഞ്ഞ ഭാരതി പട്ടോലിയുടെ അന്ത്യകർമ്മങ്ങൾക്കും ചിതാഭസ്മം നിമജ്ജനം ചെയ്യുന്നതിനുമായിട്ടായിരുന്നു അർജുൻ പട്ടോലി എന്ന 37-കാരൻ ഇന്ത്യയിലെത്തിയത്. ചിതാഭസ്മം തന്റെ ജന്മനാടായ ഗുജറാത്തിലെ പുണ്യനദിയായ നർമ്മദയിൽ നിമജ്ജനം ചെയ്യണമെന്ന ഭാര്യയുടെ അന്ത്യാഭിലാഷത്തിന്റെ പൂർത്തീകരണത്തിനായിട്ടായിരുന്നു ആ സ്നേഹനിധിയായ ഭർത്താവ് ഇന്ത്യയിലേക്ക് തിരിച്ചത്. ഗംഗാ നദിക്ക് ശേഷം ഏറ്റവും പരിപാവനമായി കണക്കാക്കപ്പെടുന്ന പുണ്യനദിയാണ് നർമ്മദ. ആത്മാവിനെ ശുദ്ധീകരിച്ച് മോക്ഷം നേടിക്കൊടുക്കുമെന്ന വിശ്വാസത്തിൽ നിരവധി പേരാണ് ദിനം പ്രതി തങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ ചിതാഭസ്മം നിമജ്ജനം ചെയ്യുന്നതിനായി ഇവിടെ എത്തുന്നത്. ചിതാഭസ്മം നിമജ്ജനം ചെയ്ത് അനുബന്ധ കർമ്മങ്ങളും പൂർത്തിയാക്കിയതിനു ശേഷം പട്ടോലി അഹമ്മദാബാദിൽ നിന്നും 150 മൈൽ ദൂരെയുള്ള തന്റെ ഗ്രാമത്തിലേക്ക് മടങ്ങി. പിന്നീടാണ് തന്റെ 2 പെൺമക്കളുടെ അടുത്തെത്താനായി ദുർവിധി വിഴുങ്ങിയ വിമാനത്തിൽ കയറിയത്. 53 ബ്രിട്ടീഷ് പൗരന്മാർ ഉൾപ്പെടെ 242 യാത്രക്കാർ ഉണ്ടായിരുന്ന വിമാനത്തിൽ നിന്നും ഒരാൾക്ക് മാത്രമായിരുന്നു അത്ഭുതകരമായി രക്ഷപ്പെടാനായത്. 4ഉം 8ഉം വയസ്സായ 2 പെൺകുട്ടികളാണ് ഇയാൾക്കുള്ളത്. വെറും 18 ദിവസത്തെ ഇടവേളയിലാണ് ഈ കുരുന്നുകൾക്ക് തങ്ങളുടെ മാതാപിതാക്കളെ നഷ്ടമായത്. ഇതേ തുടർന്നായിരുന്നു പട്ടോലിയെ ജോലി ചെയ്തിരുന്ന ഇൻസ്പയർഡ് എലൈൻമെന്റ്സ് ലിമിറ്റഡ് എന്ന കമ്പനിയും പട്ടോലിയുടെ കുടുംബാംഗങ്ങളും ചേർന്ന് ഈ പെൺകുട്ടികൾക്കായി ഒരു ഗോ ഫണ്ട് മീ പേജ് രൂപീകരിച്ചത്. ഇതുവരെ 5,74,454 പൗണ്ടാണ് ഇവർക്ക് സമാഹരിക്കാനായത്. ഇത് ഈ കുരുന്നുകൾക്ക് ഒരു സുരക്ഷിതമായ ഭാവി ഉറപ്പാക്കുമെന്നാണ് കരുതുന്നത്. ഇതിലൂടെ സമാഹരിക്കുന്ന പണം മുഴുവൻ ഒരു ലീഗൽ ട്രസ്റ്റിലേക്കോ അതല്ലെങ്കിൽ ഇവർക്കായി നിയമിക്കപ്പെടുന്ന രക്ഷാകർത്താക്കളിലേക്കോ പോകും. ഇപ്പോൾ പട്ടോലിയുടെ കുടുംബാംഗങ്ങൾക്കൊപ്പമാണ് ഈ കുട്ടികളുള്ളത്. ഇവരുടെ അമ്മ ധൈര്യപൂർവ്വം ക്യാൻസറുമായി പടപൊരുതുമ്പോൾ ഇവർക്കൊപ്പം ഉറച്ചു നിന്നവരാണ് ഈ കുടുംബാംഗങ്ങൾ. കൂടാതെ ദുരന്തത്തിൽ ജീവൻ നഷ്ടമായ BJ മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥികളുടെയും ഡോക്ടർമാരുടെയും കുടുംബാംഗങ്ങൾക്കും സംഭവത്തിൽ പരിക്കേറ്റവർക്കും ആശ്വാസമേകാൻ 6 കോടി രൂപ സാമ്പത്തിക പാക്കേജ് പ്രഖ്യാപിച്ച് ഡോക്ടറും ആരോഗ്യ സംരംഭകനുമായ ഷംഷീർ വയലിൽ. ബോയിങ് 787 വിമാനം ഇടിച്ചിറങ്ങി ജീവൻ നഷ്ടമായ MBBS വിദ്യാർത്ഥികളായ ജയപ്രകാശ് ചൗധരി, മാനവ് ധാതു, ആര്യൻ രജ്പുത്ത്, രാകേഷ് ദിഹോറ എന്നിവരുടെ കുടുംബാംഗങ്ങൾക്ക് 1 കോടി രൂപ വീതം ഡോക്ടർ ഷംഷീർ സാമ്പത്തിക സഹായം നൽകും. ഗുരുതരമായി പരിക്കേറ്റ 5 വിദ്യാർത്ഥികൾക്കും അപകടത്തിൽ കുടുംബാംഗങ്ങളെ നഷ്ടമായ മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർക്കും 20 ലക്ഷം രൂപ വീതം ലഭിക്കും. ദുരിതബാധിതരായ വിദ്യാർത്ഥികളെയും കുടുംബങ്ങളെയും പിന്തുണയ്ക്കുന്നതിനായി പ്രവർത്തിക്കുന്ന BJ മെഡിക്കൽ കോളേജിലെ ജൂനിയർ ഡോക്ടർമാരുടെ അസോസിയേഷനുമായി ചേർന്ന് സഹായം ആവശ്യമായവരുടെ വിവരങ്ങൾ ശേഖരിച്ചു വരികയാണ്. 3ാം വർഷ മെഡിക്കൽ വിദ്യാർത്ഥി ഹൃദേശ് കുമാർ ശർമ്മ അടക്കമുള്ള സാരമായി പരിക്കേറ്റവർക്കാണ് 20 ലക്ഷം രൂപയുടെ സഹായം കൈമാറും. കാലിന് ഗുരുതര പരിക്കേറ്റ് മണിക്കൂറുകളോളം അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിയത് ഹൃദേശിനൊപ്പം പരിക്കേറ്റ സുഹൃത്തുക്കളും അപകടനില തരണം ചെയ്തിട്ടുണ്ട്. ഉച്ചഭക്ഷണ സമയത്ത് കോളേജിലെ അതുല്യം ഹോസ്റ്റൽ സമുച്ചയത്തിൽ ഇടിച്ചുകയറിയ വിമാനം വിദ്യാർത്ഥികളുടെ താമസ സ്ഥലങ്ങളും ഡൈനിങ് ഹാളും തകർത്തിരുന്നു. ചിതറിക്കിടന്ന പുസ്തകങ്ങളും സാധനങ്ങളും പ്ലേറ്റുകളും ദുരന്തത്തിന്റെ വ്യാപ്തി വ്യക്തമാക്കുന്ന ചിത്രങ്ങളായി. വിദ്യാർത്ഥികളെയും ഡോക്ടർമാരുടെ കുടുംബങ്ങളെയും താൽക്കാലികമായി മാറ്റി പാർപ്പിച്ചിരിക്കുകയാണ് അധികൃതർ. താമസ സ്ഥലം മാത്രമല്ല, സഹപാഠികളും പ്രിയപ്പെട്ട വസ്തുക്കളും വിലപ്പെട്ട രേഖകളും മെഡിക്കൽ വിദ്യാർത്ഥികൾക്കും ഡോക്ടർമാർക്കും നഷ്ടമായിട്ടുണ്ട്.